ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ രണ്ട് പോയിന്റ്സ് അഥവാ രണ്ട് കുത്തുകൾ ഇടുന്നുണ്ട്. ഈ കുത്തുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഒരേ രൂപമാണ്, ഒരേ സൈസാണ്. പക്ഷേ ഇവ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവരുടെ ലൊക്കേഷൻസ് അഥവാ സ്ഥാനങ്ങൾ. ഓരോ പോയിന്റ്സിന്റെയും സ്ഥാനങ്ങൾ കാണിക്കാനാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഉപയോഗിക്കുന്നത്. കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എഴുതാനായി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ലൈൻസിനെ നമ്മൾ ആക്സിസുകൾ അഥവാ അക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിലെ ഈ ഹൊറിസോണ്ടൽ ലൈൻ അഥവാ തിരശ്ചീന വരയെ നമ്മൾ എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. ഈ വെർട്ടിക്കൽ ലൈൻ അഥവാ ഈ ലംബമായ വരയെ നമ്മൾ വൈ ആക്സിസ് അഥവാ വൈ അക്ഷങ്ങൾ എന്നാണ് പറയുക. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെ ഒറിജിൻ അഥവാ ആധാര ബിന്ദു എന്നാണ് പറയുക. ഇവിടെ എക്സും വൈയും 0 അങ്ങനെ വരുമ്പോൾ ഈ സൈഡിലേക്ക് ഏതൊക്കെ നമ്പേഴ്സ് വരും? +1, +2, +3, +4, +5 എക്സെട്ര. ഇനി 0ന്റെ പിന്നിലായിട്ട് എങ്ങനെ വരും? നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളാണ് വരിക. -1, -2, -3, -4, -5 എക്സെട്ര. ഇതുപോലെ തന്നെ വൈ ആക്സിസിൽ അഥവാ വൈ അക്ഷത്തിൽ എങ്ങനെയായിരിക്കും നമ്പേഴ്സ് വരിക? 0ന്റെ മുകളിലായി പോസിറ്റീവ് നമ്പേഴ്സ് +1, +2, +3, +4, +5. ഇനി 0ന്റെ അടിയിലായിട്ട് ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5 എക്സെട്ര. ഇങ്ങനെയാണ് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ എക്സും വൈയും അക്ഷങ്ങൾ ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എഴുതുക എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പോയിന്റ് ഇടുന്നു. ഇനി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എങ്ങനെ എഴുതാം? ആദ്യം തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഈ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നേരെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിസിലെ 2 എന്ന സംഖ്യയുടെ നേർമുകളിലായിട്ടാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ 2. അടുത്തതായി വൈ ആക്സിസിൽ ഈ പോയിന്റ് എവിടെയാണെന്ന് നോക്കണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവാം വൈ ആക്സിസിൽ 4 എന്ന സംഖ്യയ്ക്ക് സമാനമായിട്ടാണ് നമ്മുടെ പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതാണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. എത്രയാണ്? 2, 4. ഇനി അതുപോലെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നു. എങ്ങനെയാണ് ഇതിന്റെ സൂചക സംഖ്യ എഴുതുക? ആദ്യം തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഈ പോയിന്റ് എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും -1ന്റെ നേർ മുകളിലായിട്ടാണ് നമ്മുടെ പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ -1, കോമ. ഇനി ഈ പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വൈ ആക്സിസിൽ 2ന്റെ സമാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? -1, 2. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നു. ഇതിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പോയിന്റ് എക്സ് ആക്സിസിൽ ഏത് നമ്പറിന് നേരെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെയാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് ഏത് നേരെയാണ്? -3ന്റെ നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ -3 എന്നെഴുതി. ഇനി ഈ പോയിന്റ് നമ്മുടെ വൈ ആക്സിസിന്റെ ഏത്
സംഖ്യക്ക് സമാനമായിട്ടാണ് നിൽക്കുന്നത് എന്ന് നോക്കണം. നമുക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും -3 സമാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ -3, അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതാണ്? -3, -3 ആണ്. ഇനി ഇവിടെ ഞാനൊരു പോയിന്റ് ഇടും. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് ഇടണം. അതിനുശേഷം ഈ പോയിന്റ് നമ്മുടെ എക്സ് ആക്സിസിൽ ഏത് സംഖ്യയോട് സമാനമായിട്ടാണ് നിൽക്കുന്നത് എന്ന് നോക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1 സമാനമായിട്ടാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. 1, കോമ. ഇനി ഈ പോയിന്റ് വൈ ആക്സിസിന് ഏത് സംഖ്യക്ക് സമാനമായിട്ടാണ് നിൽക്കുന്നത്? -5 സമാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ -5. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ ഏതാണ്? 1, -5 ആണ്. ഇനി നമ്മുടെ പോയിന്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഒറിജിനിൽ അഥവാ ആധാര ബിന്ദുവിലാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യ എന്താണ്? ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടുന്നു. ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? ഇവിടെ എക്സ് ആക്സിസ് എത്രയാണ്? 0 ഇനി വൈ ആക്സിസിലോ? വൈ ആക്സിസും ഒറിജിനിൽ 0 അപ്പോൾ ആധാര ബിന്ദു അഥവാ ഒറിജിനിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ എന്നത് എത്രയാണ്? 0, 0 ഇനി എക്സ് ആക്സിസിൽ ഞാനൊരു പോയിന്റ് ഇടുകയാണ്. ഇവിടെ ഞാനൊരു പോയിന്റ് ഇട്ടു. ഇതിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ നമുക്ക് എങ്ങനെയാണ് എഴുതുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ ഇത് എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നോക്കണം. ഇവിടെ എക്സ് ആക്സിസിൽ എവിടെയാണ്? 3 അപ്പൊ നമ്മൾ 3 എന്നെഴുതി. ഇനി വൈ ആക്സിസിൽ ഇവിടെ ഇത് എവിടെയാണ്? ഈ പോയിന്റിന് നേർക്ക് നമ്മൾ വൈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാ വരുന്നത്? 0 അപ്പോൾ 0. അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ ഏതാണ്? 3, 0 ഇനി ഇവിടെയായിട്ട് ഞാനൊരു പോയിന്റ് ഇടുന്നു. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എങ്ങനെ എഴുതാം? ആദ്യം തന്നെ ബ്രാക്കറ്റ് ഇടുന്നു. ഇനി ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ എവിടെയാണ് നിൽക്കുന്നത്? 0 അപ്പൊ നമ്മൾ 0 എന്നെഴുതി. ഇനി വൈ ആക്സിസിൽ എവിടെയാണ്? നമുക്കറിയാം ഇതാണ് നമ്മുടെ വൈ ആക്സിസ് അഥവാ വൈ അക്ഷം എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ ഈ പോയിന്റ് എവിടെ നിൽക്കുന്നത്? -3 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -3. അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എത്രയാണ്? 0, -3 എങ്ങനെയാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എഴുതുന്നത്? ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 പോയിന്റ്സ് തമ്മിലുള്ള അകലം അഥവാ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ 2 പോയിന്റ്സുകളുടെയും ഡിസ്റ്റൻസ് അഥവാ അകലം കണ്ടുപിടിക്കാം. x1 y1 എന്നും x2 y2 എന്നും 2 പോയിന്റ്സുകൾ ഉണ്ട്. അവയുടെ കോർഡിനേറ്റ്സുകളാണ് ഇവ. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √(x2 - x1) (² പ്ലസ് y2 - y1) (²). ഒരു എക്സാമ്പിൾ നോക്കിയാലോ? നമുക്കിവിടെ -1, 2 എന്ന പോയിന്റും 2, 4 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം. അതായത് ഈ അകലമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എത്രയാണ്? -1, 2. രണ്ടാമത്തെ പോയിന്റ് 2, 4. അതായത് ഇത് x1 ആണ്, ഇത് y1 ആണ്, ഇത് x2 ആണ്, ഇത് y2 ആണ്. ഇനി നേരിട്ട് നമ്മുടെ ഇക്വേഷനിൽ ഇട്ടു കൊടുത്താൽ മതി. ഡിസ്റ്റൻസ് അഥവാ അകലം ഈക്വൽ ടു √(, ബ്രാക്കറ്റ് തുറന്നു, x2 ആണ് ആദ്യം എഴുതേണ്ടത്. x2 എന്ന് പറയുന്നത് എത്രയാണ്? 2 മൈനസ് x1 ആണ് രണ്ടാമത് എഴുതേണ്ടത്. എത്രയാണ്? -1 (² പ്ലസ് അടുത്തതായി y2 എത്രയാണ്? 4 മൈനസ് y1 എത്രയാണ്? 2 (² ഈക്വൽ ടു √(, 2 മൈനസ് -1 എന്താവും? 2 പ്ലസ് 1 ആവും. 2 പ്ലസ് 1 3 ആണ്. 3² പ്ലസ് ഇനി 4 മൈനസ് 2 എത്രയാണ്? 2 ആണ്. 2² ഈക്വൽ ടു √(, 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 2ന്റെ സ്ക്വയറോ? 4. 9ഉം 4ഉം കൂട്ടിയാൽ എത്ര വരും?
13. അപ്പോൾ നമുക്ക് എന്ത് പറയാം? -1,2 എന്ന പോയിന്റും 2,4 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം എന്നത് √13 യൂണിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അടുത്ത ഭാഗത്തിലായി 2025 മുതൽ 2014 വരെ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും SSLC എക്സാമിനേഷനിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്